ഷെട്ടി SUT ഹോസ്പിറ്റൽ വാങ്ങിയത് നിലവറയിലെ നിധിശേഖരം കടത്തുവാനോ? നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വലിയ നിധിശേഖരമുണ്ടെന്ന് കരുതപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സംയുക്ത യോഗത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധിയായ M. വേലപ്പൻ നായരാണ് നിലവറ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനെതിരെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായ BJP നേതാവ് കരമന ജയൻ രംഗത്തെത്തി. നിലവറ തുറക്കൽ ആചാരവിരുദ്ധമാണെന്നും അത്തരമൊരു ആലോചനയുടെ പോലും നിലവിൽ ആവശ്യമില്ലെന്നും കരമന ജയൻ വ്യക്തമാക്കി. ഭരണസമിതിക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല. ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടുന്നത് തന്ത്രിയാണ്. നിലവറ ദേവചൈതന്യം കുടികൊള്ളുന്ന സ്ഥലമാണെന്നാണ് 2011 ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഉയരുന്ന ചർച്ചകൾ അടിസ്ഥാനരഹിതമാണ്. നവംബർ 19 മുറജപം തുടങ്ങുവാൻ പോവുകയാണ്. 2026 ജനുവരി 14 ലക്ഷദ്വീപം. അതുമായി ബന്ധപ്പെട്ട തിരക്കേറിയ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അതുകൊണ്ട് നിലവറ തുറന്നുള്ള പരിശോധന ഇപ്പോൾ ആവശ്യമില്ലെന്നും കരമന ജയൻ പറഞ്ഞു. എന്തുകൊണ്ടാവാം രാജകുടുംബവും അവരുടെ ആശ്രിതരും നിലവറ തുറന്ന് പരിശോധിക്കുന്നതിന് എതിര് നിൽക്കുന്നത്? അവർ എന്താണ് ഭയപ്പെടുന്നത്? നിലവറയിലെ നിധിശേഖരത്തെക്കുറിച്ചുള്ള അവ്യക്തത തുടരുന്നത് കൊണ്ട് രാജകുടുംബത്തിനുള്ള നേട്ടം എന്താണ്? രാജഭരണം മാറി ജനാധിപത്യ ഭരണം നിലവിൽ വന്നു എന്നത് പോട്ടെ, ക്ഷേത്രത്തിൻ്റെയും നിലവറയുടെയും സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 14 വർഷമായി പ്രതിമാസം കോടികളാണ് ചിലവിടുന്നത്. ഇനിയും എത്ര നാൾ ഇത് തുടരണം? ഒരു 10 കൊല്ലം കൂടി കഴിഞ്ഞ് സുരക്ഷയ്ക്കായി ഇതുപോലെ ശതകോടികൾ ചിലവഴിച്ച ശേഷം തുറന്നു നോക്കുമ്പോൾ അതിൽ ഒന്നുമില്ല, വെറും കല്ലാണെന്ന് കാണുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്രകാരം ഒരവസ്ഥ ഒഴിവാക്കുവാൻ, ഇതിലൊരു സുതാര്യത വരുത്തുവാൻ നിലവറ എത്രയും പെട്ടെന്ന് പരിശോധിക്കുകയല്ലേ നല്ലത്? ഓർക്കുക, സാധാരണ ജനങ്ങൾ നികുതി നൽകുന്ന ഖജനാവിലെ പണം എടുത്തിട്ടാണ് ക്ഷേത്രത്തിന് ഈ അധിക സുരക്ഷ വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ വലിയ നിധിശേഖരം ഉണ്ടെന്ന് കരുതപ്പെടുന്ന നിലവറകളിൽ എന്തൊക്കെയാണുള്ളതെന്നും അതിൻ്റെ മൂല്യം കണക്കാക്കി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദവും എന്നാൽ അവരുടെ ആചാരത്തെ ഹനിക്കാത്ത വിധത്തിലും ഉപയോഗിക്കുവാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ജനാധിപത്യ സർക്കാരിൻ്റെ ചുമതലയാണ് എന്നതും ആരും മറക്കരുത്. നിലവറ തുറക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഭരണസമിതിക്ക് തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ തീരുമാനമെടുക്കുവാൻ അമാന്തിക്കേണ്ടുന്ന കാര്യമുണ്ടോ? വലിയ നിധിശേഖരമുള്ള നിലവറ 1990-നും 2002-നും ഇടയിലായി 7 തവണ തുറന്നിട്ടുണ്ടെന്ന് സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റർ വിനോദ് റായ് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. നിലവറ തുറന്നിട്ടുണ്ടെന്ന് രാജകുടുംബാംഗങ്ങളും കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ നിലവറയുടെ ആദ്യ അറ മാത്രമേ തുറന്നിട്ടുള്ളൂ എന്നാണ് തിരുവിതാംകൂർ രാജകുടുംബം പറയുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിലവറ ഉൾപ്പെടെ നിലവറ പലതവണ തുറന്നിരുന്നു എന്നും നിലവറയിലുള്ള വജ്രങ്ങളും രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും അടക്കം പുറത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നും ക്ഷേത്രവുമായും കൊട്ടാരവുമായും അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് BR ഷെട്ടിയുമായും ചേർന്ന് നിലവറയിലെ നിധിശേഖരം കടത്തിയിട്ടുണ്ട് എന്ന് ഈ ഇടപാടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. ഈ ഇടപാട് ആരും സംശയിക്കാതിരിക്കുവാനാണ്, മഹാരാജാവുമായി ഇടപാടുകൾ നടത്തുവാൻ വേണ്ടിയാണ് ഷെട്ടി പട്ടം SUT ആശുപത്രി വാങ്ങിയത്. SUT ആശുപത്രി വാങ്ങിയാൽ സമീപത്തുള്ള മാർത്താണ്ഡവർമ്മയുടെ ചെറിയ പാലസിൽ ഷെട്ടി വന്നു പോകുന്നത് ആരും സംശയിക്കില്ല, ആരും സംശയിച്ചുമില്ല. നിലവറയിലെ നിധി കടത്തിക്കൊണ്ടുപോകുവാൻ ഇവർ സംയുക്തമായി പട്ടത്തിരുന്ന് തയ്യാറാക്കിയ പദ്ധതി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതല മുഴുവൻ ഷെട്ടിയുടെ സുരക്ഷാ ഏജൻസിയെ ഏൽപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ അത് സാധ്യമായില്ല. നിലവറയിൽ നിന്നും നിരവധി തവണ നിധിശേഖരം കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. BR ഷെട്ടി മാർത്താണ്ഡവർമ്മയ്ക്ക് ഒരു റോൾസ് റോയ്സ് സമ്മാനമായി നൽകുകയും എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ റോൾസ് റോയ്സ് എവിടെ പോയി എന്നും ആർക്കും അറിയില്ല. രത്നങ്ങൾ ആ കാറിന്റെ സീറ്റുകളിലും സീക്രട്ട് അറകളിലുമാക്കി രാജ്യം കടത്തിയതാകാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം ITV ന്യൂസിനോട് വെളിപ്പെടുത്തി. വിശ്വസ്തനായ ക്ഷേത്ര ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സംഭവം വിവാദമാകുകയും മാർത്താണ്ഡവർമ്മയുടെയും ഷെട്ടിയുടെയും പദ്ധതികൾ പൊളിയുകയും ചെയ്തു. ഒടുവിൽ മാർത്താണ്ഡവർമ്മ മരിച്ചു, ഷെട്ടി പൊട്ടുകയും ചെയ്തു. ഷെട്ടിയുടെ NMC ഹെൽത്ത് കെയർ ആണ് SUT പട്ടം മേടിക്കുന്നത് എന്നും പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്തുവെങ്കിലും അവസാനം മേടിച്ചത് ഷെട്ടിയുടെ മകളുടെ പേരിലാണ്. മകളുടെ പേരിലായതുകൊണ്ട് മാത്രം SUT പട്ടം ആശുപത്രി അറ്റാച്ച് ചെയ്യപ്പെട്ടില്ല. നിധി കടത്ത് പാളിയതോടെ ഷെട്ടിക്ക് പട്ടത്തോടുള്ള ആ താല്പര്യവും കുറഞ്ഞു. സംഗതി വിവാദമായതോടെ
2011 ജൂലൈയിൽ കോടതി നിർദ്ദേശപ്രകാരം മറ്റ് നിലവറകൾ തുറന്നു പരിശോധിക്കുകയും കോടിക്കണക്കിന് രൂപ വില വരുന്ന നിധിശേഖരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ബി നിലവറ തുറക്കുന്നത് ആചാരലംഘനമാണെന്ന് മുറവിളിച്ച് രാജകുടുംബാംഗങ്ങളും അവരുടെ ആശ്രിതരും പ്രതിഷേധം കടുപ്പിച്ചതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. രാജകുടുംബാംഗങ്ങൾ ബി നിലവറ തുറക്കുന്നതിനെ എന്തിന് ഭയപ്പെടണം? ബി നിലവറ തുറന്നാൽ സർപ്പകോപം ഉണ്ടാകുമെന്നും നാട്ടിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന നിലവറയാണെന്നും നിലവറ തുറക്കുന്നവർ ഉടനെ മരിക്കുമെന്നും ഒക്കെ കഥകൾ ഇറക്കി രാജകുടുംബാംഗങ്ങൾ ഭീതി പടർത്തുന്നതിന്റെ ഉദ്ദേശം ബി നിലവറ തുറന്നാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിലവറ തുറന്നിരുന്നുവെന്നും നിലവറയിൽ നിന്നും നിധി കടത്തിക്കൊണ്ടുപോയിട്ടുണ്ടെന്നുമുള്ള വസ്തുതകൾ മനസ്സിലാക്കും എന്ന് ഭയന്നു മാത്രമാണ്. ഏറ്റവും വലിയ നിധിശേഖരം ബി നിലവറയിൽ ആയിരുന്നു. എ നിലവറയിൽ നിന്ന് 2000-ഓളം ശരപ്പളി സ്വർണ്ണമാലകൾ കണ്ടെടുത്തിരുന്നു. പിറന്നാൾ പോലെയുള്ള വിശേഷാവസരങ്ങളിൽ കൊട്ടാരത്തിലുള്ളവരും മറ്റും ശ്രീപത്മനാഭന് കാണിക്കയായി സമർപ്പിച്ചതായിരിക്കണം ശരപ്പളിമാല എന്നാണ് കരുതുന്നത്. ഒരു ചാക്ക് നിറയെ ബെൽജിയം രത്നങ്ങളും കണ്ടെടുത്തു. 2000-ഓളം മാലകളിൽ 4 എണ്ണത്തിന് 2.2 കിലോ തൂക്കമുണ്ട്. ഇവയ്ക്ക് 10 അടി നീളമുണ്ടെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. 12 ഇഴകളിലായി നിർമ്മിച്ച മാലയാണിത്. ഇതിന്റെ ലോക്കറ്റുകളിൽ കോടികൾ വില വരുന്ന മാണിക്യ മരതക രത്നങ്ങളുണ്ട്. ഒരു ലോക്കറ്റിൽ 997 വൈരക്കല്ലുകൾ, 19.5 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ, സ്വർണം പൊതിഞ്ഞ 14,000 അർക്കപുഷ്പങ്ങൾ. എ നിലവറയിൽ കണ്ടെത്തിയ വസ്തുതകളെക്കുറിച്ച് സുപ്രീം കോടതിയിൽ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരം: എ നിലവറയുടെ പ്രവേശന കവാടം തുറന്ന് പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ കാര്യമായി എന്തെങ്കിലും ഉണ്ടാകുമെന്നതിന്റെ സൂചനയൊന്നും ഇല്ലായിരുന്നു. പരിശോധനാ സംഘം ഇറങ്ങിയപ്പോൾ ആദ്യം പൊടി പിടിച്ച് കറുത്ത നിലം മാത്രമാണ് കാണപ്പെട്ടത്. വായു സഞ്ചാരം ഇല്ലാതിരുന്നതിനാൽ അഗ്നിരക്ഷാസേന അവയിലേക്ക് വായു പമ്പ് ചെയ്തു കൊടുത്തു. പ്രവേശന കവാടം തുറന്നു ചെല്ലുന്നത് വിശാലമായ ഒരു മുറിയിലേക്കാണ്. അവിടെ നിലത്ത് വലിയ കരിങ്കല്ലാണ് പാകിയിരുന്നത്. കനത്ത കല്ലുപാളികൾ നീക്കിയപ്പോൾ താഴേക്ക് കഷ്ടിച്ചൊരാൾക്ക് മാത്രം ഇറങ്ങിപ്പോകുവാൻ കഴിയുന്ന പടികൾ കാണപ്പെട്ടു. ഇത് ഇറങ്ങിച്ചെല്ലുന്നത് ഒരാൾക്ക് കുനിഞ്ഞു മാത്രം നിൽക്കുവാൻ കഴിയുന്ന അറയിലേക്കാണ്. ഇവിടെ സേഫ് പോലെ നിർമ്മിച്ച അറയിലാണ് നിധിശേഖരം ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് സ്വർണ്ണമാലകൾ, രത്നം പതിച്ച സ്വർണ്ണ കിരീടങ്ങൾ, സ്വർണ്ണ കയർ, സ്വർണ്ണ കട്ടികൾ, സ്വർണ്ണ വിഗ്രഹം, ഒരു ചാക്ക് നിറയെ നെൽമണിയുടെ വലിപ്പത്തിൽ സ്വർണ്ണമണികൾ, സ്വർണ്ണദണ്ഡുകൾ, ചാക്ക് നിറയെ രത്നങ്ങൾ. കഥകളിൽ കേട്ടതുപോലെയുള്ള നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ തെളിഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആകെയുള്ളത് 6 നിലകളാണ്. ഇതിൽ ഒന്നാണ് കൂറ്റം കരിങ്കൽ പാളികൾ കൊണ്ട് പ്രവേശനം തടഞ്ഞിരിക്കുന്ന ബി നിലവറ. ക്ഷേത്രത്തിന്റെ ഭരതക്കോണിലാണ് ബി നിലവറ. അഗസ്ത്യമുനിയുടെ സമാധി സങ്കല്പം ഉള്ളയിടം കൂടിയാണ് ഇവിടം. 2 തട്ടുകളായുള്ള ബി നിലവറ അടച്ചിരിക്കുന്നത് കരിങ്കൽ വാതിലുകൾ ഉപയോഗിച്ചാണ്. ഇത് തുറക്കുവാൻ നിലവിൽ സംവിധാനമൊന്നുമില്ല. നിലവറ തുറക്കണമെങ്കിൽ വാതിലുകൾ തകർക്കണം. ഇത് ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തുമെന്ന വാദം ഉയരുന്നുണ്ട്. വാതിലിന് മുകളിലായി കൊത്തിവെച്ചിരിക്കുന്ന നാഗത്തിന്റെ ചിത്രം പലവിധ കഥകൾക്കും ഇടയാക്കിയിരുന്നു. ബി നിലവറയുടെ 2ാമത്തെ അറവ അഥവാ ശ്രീകോവിൽ അടിഭാഗം വരെ എത്തുമെന്നാണ് വിശ്വാസം. ചരിവ് പ്രതലത്തിലൂടെ ആയാസപ്പെട്ട് മാത്രമേ ഇവിടേക്ക് കടക്കുവാൻ കഴിയൂ. കൂടാതെ കൂറ്റൻ കരിങ്കൽ പാളികൾ ഉപയോഗിച്ച് 2ാമത്തെ അറയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. ബി ഒഴികെയുള്ള നിലവറകൾ മുൻപ് തുറന്ന് കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. 2011 ജൂൺ 30-നാണ് അവസാനമായി ബി നിലവറ തുറക്കുവാൻ ശ്രമിച്ചത്. പരിശോധക സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ കാൽ മുറിഞ്ഞ് നിലവറയിൽ രക്തം വീണതോടെ ശ്രമം ഉപേക്ഷിച്ചു. അവർ പേടിച്ചുപോയി എന്ന് ചുരുക്കം. ഈ എഫ് നിലവറകൾ ക്ഷേത്രാവശ്യത്തിനായി എപ്പോഴും തുറക്കുന്നവയാണ്. സി, ഡി നിലവറകളിൽ ഉത്സവാവശ്യത്തിനുള്ള ആഭരണങ്ങളാണ് സൂക്ഷിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണക്കട്ടുകൾ, രത്നങ്ങൾ, സ്വർണ്ണ വിഗ്രഹങ്ങൾ എന്നിവയാണ് എ നിലവറയിൽ നിന്ന് ലഭിച്ചത്. ഇതുപോലെ വലിയ ധനശേഖരം ബിയിലും ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. സർക്കാർ ചെയ്യേണ്ടുന്നത് കെട്ടുകഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ചെവി കൊടുക്കാതെ ബി നിലവറയിലെ നിധിയുടെ കണക്ക് എത്രയും വേഗം എടുക്കുക. അത് നാടിന് പ്രയോജനപ്രദമാകും വണ്ണം ആ നിധി ഉപയോഗിക്കുക. അനാവശ്യ സുരക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന പണം ലാഭിക്കുക. രാജകുടുംബാംഗങ്ങൾ സർക്കാരിനോട് പരമാവധി സഹകരിക്കുക. ഏതായാലും നിധി പൊതുസ്വത്താണ്. കുടുംബാംഗങ്ങൾക്ക് ഇനി അതിൽ യാതൊരു അവകാശവും ഇല്ലാത്ത സ്ഥിതിക്ക് അത് പൊതുജന നന്മയ്ക്ക് ഉതകത്തക്ക പദ്ധതികളെ സ്വാഗതം ചെയ്യുക. ഓർക്കുക, രാജാവ് 199 വർഷത്തേക്കാണ് പട്ടം എസ്വിറ്റിക്ക് സ്ഥലം ലീസിന് നൽകിയത്. ഇനിയും കുറഞ്ഞത് ഒരു 150 വർഷം കൂടി ലീസ് കാലാവധിയുണ്ട് എന്ന് ചുരുക്കം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.